അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ വേണ്ടി വന്നാണ്. ഇപ്പൊ ദേ അമ്മയുടെ പേഴ്സും ചോന്ന് പുറകെ നടക്കേണ്ട അവസ്ഥയായി. ഹായ് ഗൈസ്, ഉറക്കനിച്ച് കണ്ണു തുറക്കാൻ പറ്റാണ്ട് ഇരിക്കുന്ന എന്നെയാണ് നിങ്ങളീ കാണുന്നത്. രാവിലെ തന്നെ ചായ കുടിക്കാൻ ഇരിക്കുകയാണ്. ഇടിയപ്പവും വെജിറ്റബിൾ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അമ്മക്കുട്ടി രാവിലെ തന്നെ ദേ വെളിച്ചെണ്ണ കാച്ചണ പരിപാടിയിലാണ്. അമ്മയുടെ എന്തൊക്കെയോ രഹസ്യക്കൂട്ടൊക്കെ ഉണ്ടാക്കി അതൊക്കെ അരച്ചെടുത്ത് ദേ പിഴിഞ്ഞ് അതിന്റെ ചാറ് എടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിലാണ് അമ്മ. അങ്ങനെ അമ്മ ദേ വെളിച്ചെണ്ണ കാച്ചൽ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. മുന്നേ ഇവിടെ ദേ വെളിച്ചെണ്ണയൊക്കെ കാച്ച അവിടെ ഇവിടെയൊക്കെ വിറ്റുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ മടി പിടിച്ചിട്ടാണോ എന്ന് അറിയില്ല, ഇപ്പൊ അതൊന്നും കാണാറില്ല. അങ്ങനെ ഉച്ചയായി ദേ അമ്മേനെ കൊണ്ടൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാണ്. അമ്മയുടെ പുതിയ ചുരിദാറിന് ഒരു ഷാളും ഒരു പാന്റും തപ്പി വന്നേക്കാണ് ഞാനും അമ്മയും. അവസാനം ദേ അതിന് പറ്റിയ ഒരു ഷാളും ഒരു പാന്റും കണ്ടുപിടിച്ചു. പക്ഷെ പാന്റ് അത്ര ഇഷ്ടപ്പെട്ടുള്ള ആൾക്ക്. ചേച്ചിമാരാണെങ്കിൽ അവിടെ ദേ ഷാളും പാന്റും തപ്പി തപ്പി മടുത്ത്. അങ്ങനെ അവസാനം പാന്റും കിട്ടി. ഇതാണ് മൊത്തത്തിലുള്ള ലുക്ക്. അമ്മയുടെ ഡ്രസ്സ് കൊള്ളാവോ ഇല്ലയോ എന്ന് നിങ്ങൾ കമന്റിൽ കൂടെ പറയാൻ മറക്കണ്ട. അങ്ങനെ അമ്മയുടെ അംഗപ്പുറപ്പാടിന് ശേഷം ഇനി എനിക്കൊരു ഷർട്ട് മേടിക്കണം. അങ്ങനെ ചേട്ടൻ ദേ എനിക്ക് വേണ്ടി ഷർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ഷർട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇതിനകത്ത് ഈ പച്ച ഷർട്ടാണ് ഞാൻ എടുക്കാൻ പോണത്. അങ്ങനെ തുണിക്കടയിൽ നിന്ന് ഇറങ്ങിയ അമ്മക്കുട്ടി ദേ പൊട്ടുകടയിൽ കയറിയുണ്ട്. അമ്മേനെ കൊണ്ട് വല്ലപ്പോഴും ഷോപ്പിങ്ങിന് പോകണ എന്നെ കൊണ്ട് മാക്സിമം സാധനം മേടിക്കാൻ അമ്മ ശ്രമിക്കുന്നുണ്ട്. അമ്മയ്ക്ക് കടയിലുള്ള എല്ലാ സാധനം വാങ്ങണമെന്നുള്ളത് കൊണ്ടും എന്റെ കയ്യിൽ അധികം കാശില്ലാത്തതുകൊണ്ടും ദേ അമ്മേനെ കൊണ്ട് ഞാൻ ദേ പെട്ടെന്ന് തന്നെ കടയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ പോക്കറ്റ് കയറുന്ന എനിക്ക് തന്നെ അറിയാം. അങ്ങനെ ഷോപ്പിംഗും പരിപാടി കഴിഞ്ഞ് ദേ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ അമ്മയും വല്യമ്മയും പ്രിയാമ്മയൊക്കെ കൂടി ആരൊക്കെയോ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. പരദൂഷണം അതല്ലാണ്ട് എന്ത്. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പൊ എല്ലാവർക്കും ബൈ.